ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വെരാന്ത റേസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് CGL-ൻ്റെ അടുത്ത ടോപ്പിക് ഏതാ? സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് എടുക്കുന്നത്. ഇപ്പോൾ ടൈം ആൻഡ് വർക്ക് അടുത്ത നമ്മൾ പ്രീവിയസ് ഡേയ്സിൽ നോക്കിയതിൻ്റെ ഒരു സെറ്റ് ഉണ്ടല്ലോ, 20 ക്വസ്റ്റ്യൻ. ആദ്യം ടൈം ആൻഡ് വർക്ക് 1, ടൈം ആൻഡ് വർക്ക് 2. ഏകദേശം ടൈം ആൻഡ് വർക്ക് ഈ ആവറേജിനെ പോലെ തന്നെ വെയിറ്റേജ് കൂടിയൊരു ടോപ്പിക്കാണ്. അപ്പോൾ അങ്ങനത്തെ ടോപ്പിക്കിന് പാർട്സ് കാണും. സിമ്പിൾ ഇൻട്രസ്റ്റ് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റ് ഉണ്ട്, പിന്നെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഉണ്ട്, പിന്നെ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ കോമ്പിനേഷൻസ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. നമ്മൾ അതിൻ്റെ സെപ്പറേറ്റ് ഫോർമുലാസ് തന്നെ ബേസിക് പഠിച്ചിട്ടുണ്ടല്ലേ, PR²/100 ഒക്കെ. അപ്പം അതിന് വേണ്ടി ഒരു തേർഡ് സെക്ഷനും കൂടെ കാണാം. അപ്പോൾ ടോട്ടൽ 30 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ സിമ്പിൾ പ്ലസ് കോമ്പൗണ്ടിൻ്റെ ചെയ്യും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് 10 ക്വസ്റ്റ്യൻസ് നോക്കാം. ഇപ്പോൾ 30 സെക്കൻഡ്സ്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ വായിച്ചേ. നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ടോപ്പിക്ക് പഠിക്കാൻ നേരം പണ്ട് കാലം മുതലേ സ്കൂളിൽ കേട്ട് വന്നൊരു സ്ഥിരം പഴമൊഴി ഉണ്ട്. ഏതാ? PRT/100 അല്ലെ PNR/100. പലിശ = PNR/100. അപ്പം R എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്, T എന്ന് പറയുന്നത് ടൈം പീരീഡ്. ചിലവർ N പറയും, നമ്പർ ഓഫ് ഇയേഴ്സ് പറയും. എങ്കിലും T ടൈം പീരീഡിനെ സിഗ്നിഫൈ ചെയ്യും. അതായത് 9 മാസമാണെങ്കിൽ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള വർഷമല്ലേ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പം നമ്പർ ഓഫ് ഇയേഴ്സിന് പകരം എത്ര കാലയളവിലേക്ക് ഞാൻ ആ പൈസ ഇട്ടു അത്രയും സമയത്തേക്ക് എനിക്കൊരു പലിശ പിടിച്ചു കിട്ടും. അപ്പോൾ ഇടുന്ന പൈസ പ്രിൻസിപ്പിൾ P, കിട്ടുന്ന അഡീഷണൽ എമൗണ്ടിനെ നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയും. അത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കൊണ്ട് അഡീഷണൽ എമൗണ്ട് കിട്ടുന്നത് ആ ടൈമിൽ നോക്കാം. അപ്പോൾ നോക്കി, ഈ ഫോർമുലയ്ക്കകത്ത് നമ്മൾ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് സെക്ഷൻ അല്ലേ, അപ്പോൾ 12,500 രൂപ റേറ്റ് ഓഫ് പെർസെൻറ്റേജിൽ ഇട്ടു. എത്ര നാളത്തേക്ക്? ക്വസ്റ്റ്യൻ വായിച്ചേ. ആസ് മെനി ഇയേഴ്സ് ആസ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന്. അതായത് എത്രയാണോ എൻ്റെ ന്യൂമറിക്കൽ വാല്യൂ ഓഫ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അത്രയും തന്നെ ന്യൂമറിക്കലാണ് എൻ്റെ നമ്പർ ഓഫ് ഇയേഴ്സും വരുന്നത്. അപ്പോൾ 6 ആയിട്ട് ഞാൻ എടുത്തു. കണ്ടുപിടിക്കേണ്ട റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ലേ, അപ്പം നമ്പർ ഓഫ് ഇയേഴ്സിനെ 6 എന്ന് ഞാൻ വേരിയബിൾ ഇട്ട് സിഗ്നിഫൈ ചെയ്തു. അപ്പം ബൈ 100 ചെയ്യാൻ നേരം എൻ്റെ സിമ്പിൾ ഇൻട്രസ്റ്റ് 18,000 രൂപ കിട്ടണം. അപ്പോൾ ഇതിന് സോൾവ് ചെയ്തേ. R²/100 എത്ര വരും? 18,12500. അപ്പം ഡെഫിനറ്റ്ലി ഇതെന്തായാലും ക്യാൻസലായി പോകത്തില്ലേ. ആൻഡ് ഇത് 4, 5, ഇത് 5, ഇതിനൊരു 100/125 അല്ലേ, അപ്പം 5/4 അതിൻ്റെ റെസിപ്രോക്കൽ. അപ്പോൾ ഇതുകൊണ്ട് കിട്ടാൻ നേരം ഫൈനലി 36 × 4 വരും. ദാറ്റ് മീൻസ് R എന്ന് പറയുന്നത് √36 × 4, അതായത് 6 × 2 എത്ര ആയിരിക്കും? 12% ആയിരിക്കും എൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പോൾ ഓപ്ഷൻ 4 ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അത് ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എങ്കിലും അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തേ. നമുക്ക് കുറച്ച് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ചെയ്തിട്ട് നമുക്ക് പതിയെ ലെവൽ കൂട്ടാവേ. അപ്പോൾ ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? 8,800 രൂപ അയാൾ പ്രിൻസിപ്പളായിട്ട് വാങ്ങിച്ചു അല്ലെങ്കിൽ കൊടുത്തു. ഇവിടെ ഏതാ പറയുന്നത്? ഓക്കെ, വാട്ട് വിൽ ബി ദ സിറ്റുവേഷൻ പറഞ്ഞിട്ടില്ല. സിമ്പിൾ ഇൻട്രസ്റ്റ് 8,800 രൂപയാണ്. അതിന്മേൽ കിട്ടുന്ന 9 മാസം കൊണ്ട് 20/3% സിമ്പിൾ ഇൻട്രസ്റ്റ് കിട്ടുന്ന സിമ്പിൾ ഇൻട്രസ്റ്റ് അല്ലേ ചോദിച്ചേക്കുന്നത്, എമൗണ്ട് അല്ല, സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് ചോദിച്ചേക്കുന്നത്. അപ്പം PR എത്ര? R 20/3 T ടൈം പീരീഡ് 9 മാസമാണ്. അതിനെ ബൈ 100 വെച്ചിട്ട് ബൈ 12 വെച്ചിട്ട് ഇയേഴ്സ് ആക്കണം. 9 മാസം എന്ന് വെച്ചാൽ 9/12 ഇയേഴ്സ് ആയിരിക്കും ഇൻറ്റു 100. ഇതല്ലേ സിമ്പിൾ ഇൻട്രസ്റ്റ്. ഇനി ഇത് ഡയറക്റ്റ് സോൾവ് ചെയ്തേ.
ഇതും പോയി, 3, 4, 5. അതായത് 88 × 5. ഒരു കാര്യത്തിന് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? പാതി എടുക്കണം, ഇൻറ്റു 10. അപ്പോൾ 88ൻ്റെ പാതി 44, ഒരു 10 ചെയ്യുമ്പോൾ 440 റുപ്പീസ് ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്ന. ഓപ്ഷൻ 4 ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ 30 seconds. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ വായിച്ചേ. ക്വസ്റ്റ്യനിൽ റേറ്റ് പെർസെൻറ്റേജ് എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്, 3 ആൾക്കാരുണ്ട്. ആൻഡ് എ ബിക്ക് കടം കൊടുക്കുന്നുണ്ട്, എ തന്നെ സിക്കും കടം കൊടുക്കുന്നുണ്ട്. ബിക്ക് എത്ര രൂപയാണ് കടം കൊടുക്കുന്നത്? 5000 രൂപ കടം കൊടുക്കുന്നുണ്ട് അറ്റ് ദ റേറ്റ് ഓഫ് R%. രണ്ടുപേരുടെയും റേറ്റ് സെയിം ആയതുകൊണ്ട് R%, ക്യാപിറ്റൽ R പെർസെൻറ്റേജ് എന്ന് എടുത്തു. അപ്പം ഒരു വർഷത്തേക്കിന് അയാൾക്ക് അഡീഷണൽ കിട്ടുന്ന എമൗണ്ട് അല്ലെ പലിശയാണ് R%. അങ്ങനെ 2 വർഷം വെച്ചാവുമ്പോഴോ 2R%. അതായത് എന്തിൻ്റെ 2R%? ബിക്ക് കടം കൊടുത്ത പൈസ ബിക്ക് കടം കൊടുത്ത പൈസയുടെ 5000ത്തിൻ്റെ 2R% ആണ് പലിശയായിട്ട് കിട്ടുന്നത്. ആർക്ക്? എക്ക്. ബിൻ്റെ അടുത്തു നിന്ന്. ഇനി സിൻ്റെ ഭാഗത്തു നിന്നോ? സിന് 3000 രൂപ കടം കൊടുത്തു. അത് 4 വർഷത്തേക്കാണ് അയാൾ കടം വാങ്ങിച്ചത്. R% ആണ് അവിടെയും റേറ്റ്. അപ്പം ഒരു വർഷം R% ആയിരിക്കും പലിശ കിട്ടുന്നത്. അങ്ങനെ 4 വർഷം കൊണ്ട് 4R% ഓഫ് സിക്ക് കൊടുത്ത പ്രിൻസിപ്പൾ 3000 റുപ്പീസ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചെയ്യാൻ നേരം ടോട്ടൽ ഇൻട്രസ്റ്റ് എത്ര രൂപയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 2200 റുപ്പീസ് ആണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സോൾവ് ചെയ്തേ. 100R പ്ലസ് 120R ഈസ് ഈക്വൽ ടു 2200 റുപ്പീസ്. ദാറ്റ് മീൻസ് 220R ഈസ് ഈക്വൽ ടു 2200 റുപ്പീസ്. R ഈസ് ഈക്വൽ ടു 10%. ഓപ്ഷൻ 3 ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 30 seconds. ഓക്കെ, ഇപ്പോൾ സമയം കഴിഞ്ഞു. നോക്കിയേ, ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? ശ്യാമ എന്ന് പറയുന്ന വ്യക്തി ഒരു ലോൺ എടുക്കുന്നുണ്ട് ഫ്രം ശുഭം ഫോർ 2 years അറ്റ് ദ റേറ്റ് ഓഫ് 8% പെർ ആനം ഓൺ സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് ആഫ്റ്റർ 2 years ഹി ഗേവ് ബാക്ക് റുപ്പീസ്. എത്ര രൂപ കൊടുത്തു തിരിച്ച്? 41,296. അതായത് 41,296 രൂപ ശുഭത്തിന് തിരിച്ചു കൊടുത്തു എന്ന് വെച്ചാൽ അർത്ഥം എന്താ? ഇത് എമൗണ്ട് ആണ്, ടോട്ടൽ എമൗണ്ടാണ്. അപ്പോൾ നോക്കിയേ, റേറ്റ് പെർസെൻറ്റേജ് 8 ആണ്, ടൈം ഡ്യൂറേഷൻ 2 years ആണ്. അതായത് ഒരു വർഷം കഴിഞ്ഞാൽ ഇട്ടതിൻ്റെ 8% തിരിച്ചു കൊടുക്കണം. ഇവിടെ എത്ര നാൾ എടുക്കുന്നുണ്ട്? 2 years എടുക്കുന്നുണ്ട്. അപ്പം 2 × 8%, അതായത് ടോട്ടൽ 16% ഓഫ് വാട്ട് ഈസ് ബീങ് ഇൻവെസ്റ്റഡിൻ്റെ ഞാൻ തിരിച്ചു കൊടുക്കണം. അതായത് 16% ഓഫ് ഇട്ട പൈസ ഇത് കൂടെ ചേർത്ത് ഞാൻ തിരിച്ചടയ്ക്കണം. അപ്പം 16%ൻ്റെ ഫ്രാക്ഷണൽ വാല്യൂ എത്ര? 4/25. അതായത് 25 ആണ് പ്രിൻസിപ്പൾ എങ്കിൽ 4 രൂപയും കൂടെ കൂട്ടി ഇൻട്രസ്റ്റ് കൂട്ടി ഞാൻ അടയ്ക്കണം. അപ്പോൾ എൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് പ്രിൻസിപ്പൾ പ്ലസ് സിമ്പിൾ ഇൻട്രസ്റ്റ് അല്ലേ. അപ്പോൾ പ്രിൻസിപ്പൾ ഈസ് ടു എമൗണ്ട് റേഷ്യോ 25:29 ആണ്. അതായത് ഇതിനകത്ത് 29 യൂണിറ്റ് ആണ് എൻ്റെ എമൗണ്ട്. അത് എത്ര രൂപയാണ്? 41,296 രൂപ. അപ്പം ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര? 29 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 41,296 രൂപയാണ്. ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 41,296 ബൈ 29 റുപ്പീസ്.
എനിക്ക് വേണ്ടത് എന്തുവാ? ആദ്യം ഓപ്ഷൻ നോക്കിക്കോണം. ഇത് മൊത്തം ചെയ്തെടുക്കാൻ നിൽക്കല്ലേ. നോക്കിയേ, എല്ലാത്തിൻ്റെയും യൂണിറ്റ് ഡിജിറ്റ് ഡിഫറെൻറ്റാണ്. പ്രൊവൈഡഡ് 1ഉം 3ഉം സെയിം യൂണിറ്റ് ഡിജിറ്റാണ്, 0യാണ്. അപ്പം ഞാൻ ഇത് ചെയ്യാൻ തരാം. എനിക്ക് വേണ്ടത് എത്ര? സിമ്പിൾ ഇൻട്രസ്റ്റ് അല്ലേ? എത്ര യൂണിറ്റാണ് സിമ്പിൾ ഇൻട്രസ്റ്റ്? 4 യൂണിറ്റ് അല്ലേ? അപ്പോൾ ഒരു യൂണിറ്റ് ഇത്രയും രൂപയാണ്. 4 യൂണിറ്റ് എന്ന് പറയുന്നത് 4,1,2,9/29 × 4. എന്തായാലും ചെയ്തെടുക്കാൻ പറ്റുന്ന സംഖ്യയാണ്, അതുകൊണ്ടാണ് ഇത് മൊത്തവും തന്നേക്കുന്നത് അല്ലേ. ഒരു പോയിന്റോ സംതിങ്ങോ ഒന്നും വരത്തില്ല, അപ്രോക്സിമേഷൻ. അപ്പം ഇതിനെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ തരും. 9നെ തിരിച്ചു ചിന്തിച്ച് നോക്കിയേ, 9ൽ അവസാനിക്കുന്ന 29 എന്ന സംഖ്യയെ ഏത് നമ്പർ കൊണ്ട്, യൂണിറ്റ് പ്ലേസ് ഉള്ള നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 6 കിട്ടുന്നത്? അതായത് 4ൽ എൻഡ് ചെയ്യുന്ന യൂണിറ്റ് ഡിജിറ്റ് ഉള്ളൊരു നമ്പർ കൊണ്ട് 29നെ മൾട്ടിപ്ലൈ ചെയ്താൽ ഈ ഒരു സംഖ്യ കിട്ടത്തുള്ളൂ. അപ്പം ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ തരം കിട്ടുന്ന ഡിജിറ്റിൻ്റെ യൂണിറ്റ് പ്ലേസ് 4 ആണ്. ആൻഡ് പിന്നെ ഫർദർ 4 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പം 4 × 4 എന്തായാലും യൂണിറ്റ് ഡിജിറ്റ് എന്ത് വരണം? 6 വരണം ഈ സിംപ്ലിഫിക്കേഷൻ്റെ. അപ്പോൾ ഓപ്ഷനിൽ ഏത് മാത്രമേ ഉള്ളൂ? ഓപ്ഷൻ 2 മാത്രമേ ഉള്ളൂ. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് യൂണിറ്റ് പ്ലേസിൽ 6 കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ തന്നെ ചെയ്യാം. ഓക്കെ, ഫർദർ ചെയ്തെടുക്കല്ലേ. ഇത് ഇൻ കേസ് നിങ്ങൾ വേണം ചെയ്ത് വെരിഫൈ ചെയ്തു. എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ചെയ്യാൻ നേരം ദ മൊമെൻറ്റ് നിങ്ങൾ ഇങ്ങനെ കാണാൻ നേരം 41296/29 ഈ സാധനം എഴുതി വെച്ചിട്ട് ഗസ് ചെയ്തോണം. കാരണം ആദ്യം ഓപ്ഷൻ പിന്നെ ക്വസ്റ്റ്യൻ, അങ്ങനെ ആയിരിക്കണം എക്സാമിന് ചെയ്യേണ്ടത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, സമയം കഴിഞ്ഞ എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ്. പറഞ്ഞേക്കുന്നത് എന്താ? അറ്റ് വാട്ട് റേറ്റ് പേഴ്സൺ പെർ ആനം ഓഫ് സിമ്പിൾ ഇൻട്രസ്റ്റ് വിൽ സർട്ടൈൻ സം ഓഫ് മണി ബിക്കംസ് ഡബിൾ ഇൻ 5 years? 5 വർഷം കൊണ്ട് ഞാനൊരു നല്ലൊരു പൈസ ഇടുകയാണ്, അത് 5 വർഷം കഴിയുമ്പോൾ ഡബിൾ ആവുകയാണ് എങ്കിൽ എൻ്റെ റേറ്റ് പെർസെൻറ്റേജ് എത്ര ആവണം? അപ്പോൾ നമ്മൾ സിംപിളി നോക്കി, ഇട്ട പൈസ 5 വർഷം കഴിഞ്ഞിട്ട് 2p ഇരട്ടിയായി. ഇപ്പം ഇട്ടത് p ആണെങ്കിൽ കുറച്ച് വർഷം കഴിയുമ്പോൾ 2p ആയി. എത്ര രൂപ കൂടി? p രൂപ കൂടി. അതായത് അഡീഷണൽ കിട്ടിയ എമൗണ്ടിനല്ലേ നമ്മൾ ഇൻട്രസ്റ്റ്, ഇവിടെ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ p രൂപയാണ് അഡീഷണൽ കിട്ടിയത്, അതാണ് എൻ്റെ സിമ്പിൾ ഇൻട്രസ്റ്റ്. അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു PNR/100ൽ നമ്മൾ ഇട്ട് കൊടുക്കണം. അതായത് p രൂപ അഡീഷണൽ കിട്ടി, പ്രിൻസിപ്പിൾ p തന്നെ, ഇയർ 5, റേറ്റ് 6/100. സോൾവ് ചെയ്യാൻ നേരം 5ഉം 100ഉം കൂടെ കിട്ടുമ്പോൾ 20. ഇത് അപ്പുറത്ത് പോയി പിയും ബിയും വെട്ടി ലാസ്റ്റ് റേറ്റ് 20% എന്ന് കിട്ടും കേട്ടോ. വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. ഓപ്ഷൻ 1 ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. നിങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തേ. ഓക്കെ, സമയം കഴിഞ്ഞു. നോക്കിക്കേ, സമ്മ് തന്നിട്ടുണ്ട് 22,400, 22,400 റുപ്പീസ്. അത് 6 ഇയേഴ്സിന് ശേഷം എത്ര ആയിട്ട് എമൗണ്ടഡ് ആയി? 24,250. അതായത് 24,250 രൂപയായിട്ട് മാറി. അതായത് എമൗണ്ട് ഇത്, പ്രിൻസിപ്പിൾ ഇത്. എമൗണ്ട് മൈനസ് പ്രിൻസിപ്പിൾ എത്ര വരും? എമൗണ്ട് മൈനസ് പ്രിൻസിപ്പിൾ, അതായത് ഇത് മൈനസ് ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടെ എളുപ്പം പ്ലസ് ചെയ്യാനായിട്ട് നോക്കണം. അതായത് നെക്സ്റ്റ് 1000 ഡിജിറ്റ് എത്താനായിട്ട് ഞാൻ 600 ആഡ് ചെയ്യണ്ടേ. 600 ആഡ് ചെയ്യാൻ നേരം 23,000 ആയി. ഇനി 23,000 നിന്ന് 24,250 അവൻ എത്ര പോകണം? 1,450. 1,450 600 1250, സോറി 1,250, 1850 റുപ്പീസ്. ഇങ്ങനെ ചെയ്തോണം. അഡീഷൻ ആയിരിക്കും കുറച്ചുകൂടെ എളുപ്പം. അപ്പം 6 ഇയേഴ്സ് കൊണ്ട് എനിക്ക് കിട്ടിയ അഡീഷണൽ എമൗണ്ട്, അതായത് എൻ്റെ പേര് സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്, 1850 റുപ്പീസ്. സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ പ്രത്യേകത എന്താ? ഓരോ വർഷവും കിട്ടുന്ന എമൗണ്ട് സെയിം ആയിരിക്കും.
അപ്പോൾ 6 വർഷം കൊണ്ട് 1850 രൂപ കിട്ടിയെങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ എത്ര വെച്ചാണ് കിട്ടുന്നത്? ഓരോ വർഷം കഴിയും തോറും 1850/6 റുപ്പീസ് ആയിരിക്കും കിട്ടുന്നത്. ഇനി റേറ്റ് പെർസെൻറ്റേജ് എന്ന് വെച്ചാൽ സിംപ്ലി അതിൻ്റെ മീനിങ് എന്താ? ഇപ്പോൾ 10% എൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 10ൻ്റെ ഫ്രാക്ഷൻ എത്ര? 10%, 10/100, അതായത് 10% പെർ ആനം എന്നല്ലേ പറഞ്ഞത്. എപ്പോഴും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പെർ ആനം ബേസിസിൽ, ഒരു വർഷ ബേസിസിലാണ് പറഞ്ഞത്. അതായത് 100 രൂപ ഇടുകയാണെങ്കിൽ എനിക്ക് 10 രൂപ അഡീഷണൽ കിട്ടും ഒരു വർഷം കഴിയുമ്പോൾ എന്നല്ലേ എൻ്റെ അർത്ഥം. അപ്പോഴെപ്പോഴും പ്രിൻസിപ്പിളിൽ എത്ര അഡീഷണൽ കിട്ടി അതല്ലേ റേറ്റ് ഓഫ് പെർസെൻറ്റേജ് ബേസിക്കലി പറയുന്നത്. അതായത് ഒരു വർഷം അഡീഷണൽ എത്ര കിട്ടി കമ്പയർഡ് ടു ഇട്ട പ്രിൻസിപ്പിൾ. അപ്പോൾ ഇത് ബേസിക്കലി പെർസെൻറ്റേജ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ആപ്ലിക്കേഷനാണ്. അത് പഠിച്ചാൽ നിങ്ങൾക്ക് ഏകദേശം ആ ഒരു ആദ്യത്തെ ഫോർമുല മാത്രം നോക്കി വെച്ചാൽ മതി. PNR/100, ബാക്കിയെല്ലാം പെർസെൻറ്റേജിൻ്റെ ആപ്ലിക്കേഷനാണ്. അപ്പം നോക്കിയേ, ഒരു വർഷം കൊണ്ട് ഇത്രയും രൂപ കിട്ടി. ഇത് ഇട്ട പ്രിൻസിപ്പിളിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണെന്ന് കണ്ടുപിടിക്കണം. അപ്പം പ്രിൻസിപ്പിൾ 22,400, അതിൽ 1850/6 എത്ര? അപ്പം 1850/6/22,400, അത് മണ്ടേ വരും. പെർസെൻറ്റേജ് കാണാൻ ഇൻറ്റു 100. ഇതും പോയി. 24 × 6 144, പിന്നെ 200 × 6 1200 അല്ലേ? അപ്പോൾ 1344. ഫൈനലി 1850/1344 എന്താണെന്ന് 1 വരും. 6 0 4 13 × 3 39 അല്ലേ? അപ്പം 3900 സംതിങ് വരും. എന്തായാലും 1.3 ആയിരിക്കും. ഓപ്ഷൻ 4 ആയിരിക്കും ആൻസറായിട്ട് വരുന്നത് കേട്ടോ. മൊത്തം ചെയ്തെടുക്കാൻ നിൽക്കില്ലേ. ബാക്കി എല്ലാത്തിൻ്റെയും സെക്കൻഡ് ഡിജിറ്റ്, പോയിന്റിന് ശേഷമുള്ള സെക്കൻഡ് ഡിജിറ്റ് ഡിഫറൻ്റ് ആണ്. ദ മൊമെൻറ്റ് ഇത്രയും കാൽക്കുലേഷനെ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റണം. അപ്പോൾ അക്യുറേറ്റ് ആയിട്ട് ആദ്യം മുതൽ ചെയ്ത് പഠിക്കുക. പതിയെ സ്പീഡ് കൂട്ടാൻ നോക്കുക. നമുക്ക് അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 30 seconds. നോക്കിയേ, ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് ഒരാൾ 2000 രൂപ 6% പെർ ആനത്തിൽ സിമ്പിൾ ഇൻട്രസ്റ്റിന് 3 ഇയേഴ്സിന് കൊടുത്തു. ഓക്കെ, വാങ്ങിച്ചു, ബോറോ ചെയ്തു. അയാൾ ആ കിട്ടിയ എമൗണ്ട് എത്ര രൂപ കിട്ടി? 2000 റുപ്പീസ് കിട്ടി. അത് അപ്പം തന്നെ ഇമ്മീഡിയറ്റ്ലി വേറൊരാൾക്ക് പലിശയ്ക്ക് കടം കൊടുത്തു അറ്റ് ദ റേറ്റ് ഓഫ് 8.5% പെർ ആനം ഫോർ ദ സെയിം ടൈം പീരീഡ് അല്ലേ? അപ്പം ഇവരുടെ ഗെയിൻ പെർസെൻറ്റേജ് എത്ര? അതായത് ഇയാൾ കടം കൊടുത്തപ്പോൾ ഞാൻ വാങ്ങിച്ചു, ഞാൻ വേറൊരാൾക്ക് കടം കൊടുത്തു. അപ്പോൾ എനിക്ക് ഗെയിൻ കിട്ടണമെങ്കിൽ എനിക്ക് ഇങ്ങോട്ട് കടം കിട്ടിയ പൈസ അല്ലെങ്കിൽ പലിശ കിട്ടിയത് വാങ്ങിച്ചതിനേക്കാൾ കൂടുതലായിരിക്കണം. അപ്പോൾ അതിൻ്റെ പെർസെൻറ്റേജിൻ്റെ ഡിഫറൻസ് നോക്കിക്കേ. ഒരു വർഷം റേറ്റ് പെർസെൻറ്റേജിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താ? വാങ്ങിച്ച സമയത്ത് ഞാൻ എത്ര വാങ്ങിച്ചോ ഓരോ വർഷം കഴിയുമ്പോഴും അതിൻ്റെ 6% കൊടുത്തുകൊണ്ടിരിക്കണം. അങ്ങനെ എത്ര വർഷത്തേക്കാണ് വാങ്ങിച്ചത്? 3 ഇയേഴ്സിന്. അപ്പം ടോട്ടൽ 6 × 3 18% ആണ് ഞാൻ പലിശയായിട്ട് അങ്ങോട്ട് കൊടുക്കണ്ടേ. ഇനി ഞാൻ കടം കൊടുക്കാൻ നേരം, ഞാനാണ് വാങ്ങിച്ച വ്യക്തി, ഞാൻ കടം കൊടുക്കാൻ നേരം 8.5% ആണ് ഞാൻ ഈടാക്കുന്നത് അല്ലെങ്കിൽ ചാർജ് ചെയ്യുന്നത് ഫോർ 3 ഇയേഴ്സ്. അപ്പോൾ ഓരോ ഇയറിലും 8.5, അങ്ങനെ 3 ഇയേഴ്സിന് ഇൻറ്റു 3 25.5% ആയിരിക്കും ഞാൻ ഈടാക്കുന്ന പലിശ നിരക്ക് അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പം അതിൻ്റെ ഡിഫറൻസ് എത്ര? 7.5% ആയിരിക്കും എനിക്ക് ഗെയിൻ കിട്ടുന്നത്. എന്തിൻ്റെ 7.5%? കൊടുത്ത പൈസയും വാങ്ങിയ പൈസയും സെയിം അല്ലേ? 20,000 റുപ്പീസ്. അപ്പോൾ 20,000ൻ്റെ 7.5% ആയിരിക്കും എന്ത് എനിക്ക് കിട്ടിയ ഗെയിൻ എമൗണ്ട്. അപ്പോൾ എത്ര ആയിരിക്കും? 1500 റുപ്പീസ് ആയിരിക്കും. ഓപ്ഷൻ 1. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 30 seconds. ഇത് അലിഗേഷൻ വെച്ച് ചെയ്യണേ.
ക്വസ്റ്റ്യൻ വായിച്ചേ. ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? രണ്ട് സ്കീമുണ്ട്, സ്കീം 1ഉം സ്കീം 2ഉം. രണ്ടും ഓഫർ ചെയ്യുന്ന റേറ്റ് പെർസെൻറ്റേജ് ഡിഫറൻറ്റ് ആവും. ഒരിടത്ത് 4%, ഒരിടത്ത് 5%. അപ്പോൾ ഈ രണ്ട് സ്കീമിലും കൂടെ എത്രയോ പൈസ ഇട്ടു. അപ്പോൾ ഈ രണ്ട് സ്കീം മെർജ് ചെയ്തപ്പോൾ മിക്സ് ആയപ്പോൾ എനിക്ക് എന്തായി? ടോട്ടൽ നെറ്റ് എഫക്റ്റിൽ എനിക്ക് 223 രൂപ ഇൻട്രസ്റ്റ് കിട്ടി. അപ്പോൾ നെറ്റ് റേറ്റ് പെർസെൻറ്റേജ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? എഫക്റ്റീവ് റേറ്റ് പെർസെൻറ്റേജ് എത്ര രൂപയാണ്? പ്രിൻസിപ്പിൾ 5000 രൂപ പ്രിൻസിപ്പിൾ, 5000-ൽ 223 രൂപ എനിക്ക് കിട്ടി. അപ്പം 223 ഔട്ട് ഓഫ് 5000 പെർസെൻറ്റേജ് കാണാൻ ഇൻറ്റു 100, അതായത് 223/50%. ഇത്രയുമാണ് എൻ്റെ എഫക്റ്റീവ് റേറ്റ്. ഓക്കെ, അപ്പം ഇത് എന്തിൻ്റെ ഭാഗമായിട്ടുണ്ടായതാ? ഒരു കയ്യിൽ 4% സ്കീമും മറ്റേതിൽ 5% സ്കീം. ഇത് രണ്ടും കൂടെ മിക്സ് ആകുമ്പോഴല്ലേ നമുക്ക് 223/50% വന്നത്. അപ്പോൾ ഇനി അലിഗേഷൻ ചെയ്യാം. നോക്കിക്കേ, ഇത് കുറച്ചുകൂടെ എളുപ്പത്തിൽ നമുക്ക് ഈ താഴത്തെ 50 കളയാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒന്നെങ്കിൽ ഇതേ മൈനസ് ഇതെഴുതി ഇവിടെ എഴുതുക, ഇതേ മൈനസ് ഇതെഴുതി ഇവിടെ എഴുതുക. വെട്ടിക്കളയാൻ നേരം പ്രിൻസിപ്പിളിൻ്റെ റേഷ്യോ കിട്ടും. അതിനേക്കാൾ എളുപ്പം ഈ 3 അടുത്ത്, അതായത് ഇത് റേഷ്യോ 4% ഈസ് ടു 223/50 ഈസ് ടു 50. അപ്പം ഇവിടെ 50 കളയണമെങ്കിൽ ഇവിടെ മാത്രം 50 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരാ, ബാക്കി രണ്ടിടത്തും കൂടെ 50 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ അത് ചെയ്യുമ്പോൾ എന്നാ വരും? ഇങ്ങോട്ട് എഴുതുകയാണേ. 4 × 50 200, അതായത് 4% സ്കീമിൻ്റെ. ഇനി 5% സ്കീമിൻ്റെ 5 × 50 250. ഇനി ഇതിനെ 50 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതങ്ങ് പോവും, 223. 250 - 223 27 ഈസ് ടു 223 - 200 23. ഇത് എന്തിൻ്റെ റേഷ്യോവാണ്? റേഷ്യോ ഓഫ് പ്രിൻസിപ്പിൾ. രണ്ട് കേസിലും ഇട്ട പ്രിൻസിപ്പിളിൻ്റെ റേഷ്യോ. ഇപ്പോൾ രണ്ടും കൂടെ എത്ര വരും? 27 + 23, ടോട്ടൽ 50 യൂണിറ്റ് എമൗണ്ട് അയാൾ രണ്ട് സ്കീമിലും കൂടെ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ 50 യൂണിറ്റ് ആണ് എത്ര രൂപ? 5000 റുപ്പീസ് എന്ന് പറയുന്നത്. 50 എങ്ങനെയാ 5000 ആയേ? ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടത് എന്തുവാ? 4% സ്കീമിലിട്ട പൈസ എത്ര യൂണിറ്റാണ്? 27 യൂണിറ്റ് ആണ്. അപ്പോൾ 27-ന് ഇക്വലൻ്റ് ആയിട്ടുള്ള റുപ്പീസ് ഇൻറ്റു 100 ചെയ്യുമ്പോൾ 2700 റുപ്പീസ് ആയിരിക്കും. ഓപ്ഷൻ 2 ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അലിഗേഷൻ്റെ ആപ്ലിക്കേഷൻ ഞാൻ പറഞ്ഞായിരുന്നു. സിമ്പിൾ ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് പോലെ ചാപ്റ്ററുകളിൽ നമ്മൾ ഇനി കാണുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ടോപ്പിക് വൈസ് ഉള്ള കേസിൽ ഇവിടാണ് നമ്മൾ അലിഗേഷൻ യൂസ് ചെയ്യുന്നത്. എപ്പോഴും ഇങ്ങനെ ആലോചിച്ചാൽ മതി, രണ്ട് സിറ്റുവേഷൻ മെർജ് ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ടൻ്റെ കേസ് ഉണ്ടാകുന്നുണ്ട്. ഇങ്ങനെ ഒരു ഐഡിയ ഒരു ക്വസ്റ്റ്യനിൽ കത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലിഗേഷൻ യൂസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ചെയ്ത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് പതിയെ പ്രാക്ടീസ് ബൈ പ്രാക്ടീസ് സെറ്റ് ആയിക്കോളും. ഈ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തേ. ഞാൻ സൈഡിൽ എഴുതിയേക്കുന്നത് ജസ്റ്റ് നിങ്ങളുടെ തോട്ട് പ്രോസസ്സിൽ കൂടെ മാത്രം പോകേണ്ടതാണ്. റിയലി നമ്മൾ ചെയ്യുമ്പോൾ നോക്കിയേ, ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് എന്താ? ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് റാം എന്ന് പറയുന്ന ഒരു വ്യക്തി P എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തു ഫോർ 10 years. ഇഫ് ദ സം ബിക്കംസ് 2 times when is, അതായത് ഇയാൾ ഈ പൈസ 5% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഫൈനലി എമൗണ്ട് 2 times ആവും. അതായത് P ആണ് പ്രിൻസിപ്പളെങ്കിൽ 2P ആയി കിട്ടി. അതായത് എത്ര കൂടി? P കൂടി. അതായിരിക്കും എൻ്റെ ഫസ്റ്റ് കേസിലെ ഇൻട്രസ്റ്റ്. ഫസ്റ്റ് കേസിലെ ഇൻട്രസ്റ്റ് P ആണ്. ഇനി വേറെന്താ പറഞ്ഞത്? ഇയാൾ ഈ സെയിം ടൈം പീരീഡിലോട്ട് എന്താ ഫൈൻഡ് ദ റേറ്റ് പേഴ്സൺ, ഈ സെയിം ടൈം പീരീഡിലോട്ട് ഈ സെയിം എമൗണ്ട് ഇടുകയാണെങ്കിൽ എനിക്ക് എത്ര, ആ ടൈമിൽ ഞാനിട്ട റേറ്റ് പെർസെൻറ്റേജ് എത്ര എന്നാണ് ചോദ്യം. ഇവിടെ നോക്കിയേ, സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഫോർമുല എന്താ? PNR/100. അതല്ലേ സിമ്പിൾ ഇൻട്രസ്റ്റ്. ഇവിടെ പ്രിൻസിപ്പിൾ കോൺസ്റ്റൻ്റ് ആ രണ്ട് കേസിലെ, നമ്പർ ഓഫ് ഇയേഴ്സും അല്ലെങ്കിൽ ടൈം പീരീഡും കോൺസ്റ്റൻ്റ്. എന്ത് മാത്രമേ ഉള്ളൂ വേരിയബിളായിട്ട് രണ്ട് കേസിലുള്ളത്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് മാത്രമേ ഉള്ളൂ. അതായത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സിമ്പിൾ ഇൻട്രസ്റ്റ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് മാറുന്നതിനനുസരിച്ചായിരിക്കും സിമ്പിൾ ഇൻട്രസ്റ്റ് മാറുന്നത്. രണ്ടാമത്തെ കേസ് നോക്കി, എത്ര രൂപ ഇട്ടാലും ദ സം ബിക്കംസ് 5 times എന്നല്ല പറഞ്ഞു. ഇട്ട പൈസ 5 ഇരട്ടിയായി. അതായത് എത്ര കൂടി? പ്ലസ് 4P കൂടി. അതായത് ഇവിടുത്തെ ഇൻട്രസ്റ്റ് 4P. ആദ്യത്തെ കേസിൽ ഇൻട്രസ്റ്റ് ആ രീതിയിൽ പറഞ്ഞാൽ P. അപ്പം ഈ റിലേഷൻ്റെ സിഗ്നിഫിക്കൻസ് എന്തുവാ? റേറ്റിൻ്റെ റേഷ്യോ തന്നെ ആയിരിക്കും സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെയും റേഷ്യോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് മുതൽ എക്സാം ചെയ്ത് തുടങ്ങാവുള്ളൂ. ഇത് കൺസെപ്റ്റാണ് ഇത്രയും. അപ്പോൾ R1 എത്ര? ആദ്യത്തെ കേസിലെ 6 5,
രണ്ടാമത്തെ കേസിൽ അറിയത്തില്ല R2. ആദ്യത്തെ കേസിൽ എന്ന് പറയുന്നത് P ആണ്. രണ്ടാമത്തെ കേസിൽ ഇൻട്രസ്റ്റ് 4P ആണ്. ഇതിൽ പിയും ബിയും പോവും. അപ്പോൾ R2 ഇപ്പുറത്ത് വരും. മൾട്ടിപ്ലൈ ചെയ്യുന്ന നേരം R2 ഈസ് ഈക്വൽ ടു 20% എന്ന് വരും. ഓക്കെ, ഓപ്ഷൻ 4 ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 30 സെക്കൻഡ്സ്. ഇതൊരു ട്രിക്കി അല്ല, ഇത് കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പെട്ടെന്ന് ചെയ്താൽ കിട്ടും, ബട്ട് നിങ്ങൾ ആ കൺസെപ്റ്റ് ക്ലിയർ ആവണം. അത്യാവശ്യം റിയൽ ലൈഫിലുള്ളൊരു സിറ്റുവേഷൻ ആണ് ഈ ക്വസ്റ്റ്യൻ. നോക്കിയാൽ 3 ആൾക്കാരുണ്ട്. ആറും ഉണ്ട്, എസ്സും ഉണ്ട്, ടിയും ഉണ്ട്. ആറെന്ന് പറയുന്ന വ്യക്തി എസ്സിന് കടം കൊടുത്തു. ഓക്കെ, എത്രയോ പലിശ നിരക്കിൽ കടം കൊടുത്തു. നമുക്ക് റേറ്റ് പെർസെൻറ്റേജ് അറിയത്തില്ല, നമുക്ക് നമ്പർ ഓഫ് ഇയേഴ്സ് അല്ലെങ്കിൽ ആ ഒരു ടൈം പീരീഡ് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ടോ? ഓക്കെ, നമ്മളപ്പം ജസ്റ്റ് ഇത് നോക്കിയാൽ മതി. 1 ഇയർ ആയിട്ട് ടൈം പീരീഡും എടുക്കണ്ട, ജസ്റ്റ് ഇത്രയും മാത്രം അസ്യൂം ചെയ്താൽ മതി. 6 എസ്സിന് കടം കൊടുത്തു. അപ്പം അഡീഷണൽ എസ് എത്ര രൂപ കൊടുക്കേണ്ടി വന്നു? 17,000 മോർ ടു ആർ. എസ് ആറിന് അത് കാലാവധി തീർന്നപ്പോൾ തിരിച്ച് 17,000 അഡീഷണൽ എസ്സിന് കൊടുക്കേണ്ടി വന്നു. അതായത് എസ്സിൻ്റെ ഭാഗത്തു നിന്ന് 17,000 കുറയുന്നുണ്ട്. വാങ്ങിച്ച പൈസ അല്ലാതെ അഡീഷണൽ പലിശയും കൂടെ കൊടുക്കണ്ടേ? അപ്പോൾ 17,000 രൂപ ആറിന് കൊടുക്കുന്നുണ്ട്. ഇനി ചോദിച്ചേക്കുന്നത് എന്തുവാ? എസ് ടിക്ക് കടം കൊടുത്തു എത്ര രൂപ, പക്ഷേ എന്ത് വരണം? എസ് ടിക്ക് കടം കൊടുത്തു, അതൊക്കെ ഓക്കെ, ബട്ട് തിരിച്ച് ടീൻ്റെ കയ്യിൽ നിന്ന് പലിശ സഹിതം കിട്ടാൻ നേരം എസ്സിന് നഷ്ടമൊന്നും വരല്ല. അതായത് പ്രോഫിറ്റ് കിട്ടുന്നതിൽ കാര്യമില്ല. മിനിമം എമൗണ്ട് സോ ദാറ്റ് എസ് ഡു നോട്ട് ഇൻകർ എനി ലോസ് ഇൻ ദ പ്രോസസ് എന്ന്. അപ്പം മിനിമം എമൗണ്ട് എത്ര കിട്ടണം? 17,000 എങ്കിലും കിട്ടണം. കാരണം 17,000 എസ്സിൻ്റെ കയ്യിൽ നിന്ന് അഡീഷണൽ ആറിന് കൊടുത്തു. അപ്പം മിനിമം 17,000 എങ്കിലും ടിക്ക് കടം കൊടുക്കുന്ന ഭാഗമായിട്ട് അഡീഷണൽ കിട്ടിയാലേ അയാൾക്ക് മറ്റേത് നള്ളിഫൈ ആയി പോകത്തുള്ളൂ, ആ നഷ്ടം അങ്ങ് നികത്താൻ പറ്റത്തുള്ളൂ. അപ്പം മിനിമം എമൗണ്ട് എന്ന് പറയുന്നത് 17,000 ആണ്. 17,000 കൂടുതൽ ടിയുടെ കയ്യിൽ നിന്ന് കിട്ടിയാലും കുഴപ്പമില്ല, ബട്ട് നമ്മുടെ അടുത്ത് ചോദിച്ചേക്കുന്നത് മിനിമം എമൗണ്ടാണ്. അപ്പം ടി അഡീഷണൽ, അതായത് കടം എസ് കൊടുത്തു, അതിൻ്റെ കൂട്ടത്തിൽ പലിശയായിട്ട് അല്ലെ അഡീഷണൽ 8.5% എസ്സിന് കൊടുത്തു എന്നാണ് പറയുന്നത്. അതായത് ഈ 8.5% എസ് എത്ര രൂപ കൊടുത്തോ അതിൻ്റെ 8.5% അഡീഷണൽ കൊടുത്തു, ടി എസ്സിന് കൊടുത്തു, അതായത് പലിശയായിട്ട് കൊടുത്തു. അത് എത്ര ആവണം? മിനിമം 17,000 രൂപയെങ്കിലും ആവണം. എസ്സിന് കിട്ടി, അതായത് ടി കൊടുത്ത 8.5% എസ്സിൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട 17,000-നെങ്കിലും ഈക്വൽ ആവണം. അപ്പോൾ ഇത് ഇക്വേറ്റ് ചെയ്യാൻ നേരം എസ്സിന് കിട്ടിയ എമൗണ്ട് എത്ര വരും? 17,000 ബൈ 8.5 ഇൻറ്റു 100. അവിടെ ഒരു 0 കൂടെ വരും. ഫൈനലി ഓക്കെ 2 lakhs rupees ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ 1 ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ഈ ക്വസ്റ്റിൻ്റെ പ്രിമേഴ്സ് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് എളുപ്പം ഒറ്റ സ്റ്റെപ്പിൽ ആൻസർ കിട്ടും, പക്ഷേ ആ ക്വസ്റ്റ്യൻ വായിച്ച് അതിൻ്റെ അന്തസത്ത എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കണം. കണ്ടന്റ് നല്ല പ്രോപ്പറായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഇത് മാത്രമേ അത്യാവശ്യം കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഇതിനകത്ത് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ട്രിക്കി ആയിട്ടുള്ളത് അലിഗേഷൻ്റെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യനും അത്യാവശ്യം കിട്ടാത്തവർ, മീൻസ് മനസ്സിലായി ബട്ട് കുറച്ചുകൂടെ സെറ്റ് ആവാനുള്ളവർ ഈ ക്വസ്റ്റ്യൻ നിങ്ങളുടെ നോട്ട് ബുക്കിലോ അല്ലെങ്കിൽ ബുക്ക് മാർക്കോ ചെയ്ത് വെച്ചേക്കണം. വീക്കെൻഡിൽ റിവിഷൻ ചെയ്ത് സെറ്റാക്കിക്കോണം. അപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. നെക്സ്റ്റ് സെഷനിൽ നമ്മളത് ഓർത്തിട്ട് പറയാം. അപ്പോൾ ഇന്നത്തെ സീരീസ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇൻ കേസ് ഫ്രഷ് ആയിട്ട് കാണുന്ന ആസ്പിറൻസ് ഉണ്ടെങ്കിൽ പ്ലീസ് ഗോ വാച്ച് ദ ബേസിക് വീഡിയോ ഫസ്റ്റ്. ആൻഡ് ഇത് സ്പീഡ് മോക്ക് സീരീസാണ്, നമ്മൾ CGL ഫോക്കസ്ഡ് ആയിട്ടുള്ളത്. അപ്പോൾ CHSൽ നിന്ന് നമുക്ക് പോസിറ്റീവ് റിസൾട്ട് കിട്ടിയുകൊണ്ട് ഈ സീരീസിൻ്റെ കുറച്ചുകൂടെ ഒരു മോഡിഫൈ ചെയ്തിട്ട് ആദ്യം ടോപ്പിക് വൈസ് പിന്നെ സെക്ഷണൽ സ്പീഡ് മോക്ക് പോകാമെന്ന് വെച്ചു. അപ്പം ആ ഒരു റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ട് ഫോളോ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ ബേസിക്സ് ക്ലിയർ ആക്കിയിരിക്കണം. ഇൻ കേസ് ഫ്രഷ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ അഡ്മിഷൻസ് ഒക്കെ ഇപ്പോൾ ഓപ്പൺ ആണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. അപ്പോൾ ഓഫ്ലൈൻ ആയിട്ടും ഓൺലൈൻ ആയിട്ടും ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ കംഫോർട്ട് അനുസരിച്ച് ചൂസ് ചെയ്യാം. അപ്പോൾ ഇൻ കേസ് നിങ്ങൾ ഏത് കോച്ചിങ് എടുത്താലും ഓഫ്ലൈൻ ആയാലും ഓൺലൈൻ ആയാലും നമ്മൾ 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡിലായിരിക്കും കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾക്ക് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യും, എല്ലാ ടോപ്പിക്സിൻ്റെയും. അതിനെ ഫോളോ അപ്പ് ചെയ്ത് അതിൻ്റെ വർക്കൗട്ട് സെഷൻ ആയിരിക്കും. അതായത് ക്ലാസ്സുകൾ മാത്രം കേട്ടാൽ പോരാ, അത് എഫിഷ്യൻ്റ് ആയിട്ട് വർക്കൗട്ട് ചെയ്യണം. സോ ബേസിക് സർക്കിൾസ് എന്ന് പറയും. അതായത് നിങ്ങളെ ഗ്രൂപ്പ് ആക്കി ഇരുത്തിയിട്ട് നിങ്ങൾക്ക് കമ്പൈൻഡ് ആയിട്ട് സ്റ്റഡി ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിൻ്റെ ബേസിക് സെഷൻ ആയിരിക്കും ബേസിക് സർക്കിളിൽ. അതിൻ്റെ നെക്സ്റ്റ് ഹയർ ലെവൽ എക്സ്ട്രീം സർക്കിളിൽ മുതൽ സൂപ്പർ ബാച്ച് വരെയുള്ള ഈ 3 സെഷൻസ് നിങ്ങളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയായിരിക്കും. ആൻഡ് നിങ്ങൾക്ക് ലൈവായിട്ടുള്ള ഗൈഡൻസ് മെൻറ്റേഴ്സ് വഴി ലഭിക്കുന്നതായിരിക്കും.
പിന്നെ റീൽ ഇൻറ്റൻസീവ് പ്രോഗ്രാമിൽ കുറച്ചുകൂടെ വർക്കൗട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ളതാണ്. എസ്പെഷ്യലി ഓഫ് സീസൺ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് ഇനി എക്സാം വരുന്ന ടൈമിൽ ആ ഒരു ചൂട് വരാതെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് റീൽ ഇൻറ്റൻസീവ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്താൽ സാധിക്കും. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ദി ലിസ്റ്റ് മോക്ക് ഇൻ്റർവ്യൂ ആണ്. എല്ലാ PO എക്സാംസിൻ്റെ ഫൈനൽ റൗണ്ട് ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ അതിൻ്റെയും കൂടെ ഒരു വെയിറ്റേജും കൂടെ ചേർത്തിട്ടുണ്ട്, മെയിൻ സീസ് ടു ഇൻ്റർവ്യൂ കൂടെ ചേർത്തിട്ടാണ് നിങ്ങൾക്ക് എക്സാമിൽ ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്നത്, PO ലെവൽ എക്സാംസ്. അപ്പം അവിടെ നമുക്ക് അസിസ്റ്റൻറ്റ് ജനറൽ മാനേജേഴ്സിൻ്റെ ഒരു പാനലായിരിക്കും നിങ്ങൾക്ക് കോച്ചിങ് ചേരാനായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു അവയർനെസ്സും നിങ്ങൾക്ക് ഈ 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡിൽ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞായിരുന്നു ഓഫ്ലൈനും ഓൺലൈനും. നിങ്ങളിപ്പോൾ ഒരു വർക്കിംഗ് പ്രൊഫഷണലോ വീട്ടിൽ അത്യാവശ്യം വേറെ എന്തെങ്കിലും റെസ്പോൺസിബിലിറ്റീസ് ഉള്ള ആളോ ആണെങ്കിൽ, ട്രാൻസ്പോർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടോ ഉള്ള ആൾക്കാരാണെങ്കിൽ യു ബെറ്റർ പ്രിഫർ ഓൺലൈൻ. അല്ലാത്ത ആൾക്കാർ ഓഫ്ലൈൻ വന്ന് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ താങ്ക് യു, ഹാവ് എ നൈസ് ഡേ. അപ്കമിങ് എക്സാംസിന് ഓൾ ദ ബെസ്റ്റ്.